ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. Greetings to you in the precious and exalted name of our Lord and Savior Jesus Christ, who come very soon. ഇന്നത്തെ ചിന്തിക്കാൻ ഞാൻ തിരുവെഴുത്തിൽ നിന്ന് ഒരു വാക്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 70 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തും നമ്മെ പയക്കുന്ന ഏവരുടെയും കയ്യിൽ നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദ് ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. लूक की सुसमाचार उसकी पहले अध्याय की उसका 70 and 71 verse. അതുപോലെ മറ്റൊരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കാ की सुसमाचार उसकी पहले अध्याय का chapter 1 verse 31, 32 and 33. നീ ഗർഭം ധരിച്ച ഒരു മാനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അന്തമുണ്ടാകില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹമാരെ പ്രഭു യീശു മസീഹ് കി രാജത്വ കെ ബാരെ മേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജത്വത്തെയും അവന്റെ ഭരണാധികാരത്തെയും സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. लूका की सुसमाचार उसकी पहले अध्याय की 31 से लेकर 32 और 33 आयत तक परमेश्वर की पवित्र आत्मा इस प्रकार भविष्यवाणी के रूप में हमारे सामने पेश करते कि यीशु मसीह राजाधिराजा के रूप में आ जाएगा. पुराने नियम में सबसे महान बात जो है, इस्राएलियों के बीच में प्रभु ने इस प्रकार वायदा किया और इस्राएल के बीच में एक राज्य स्टार्ट करने का है. കർത്താവിന്റെ കൂടെ ആയിരിക്കുമ്പോൾ ശിഷ്യന്മാർക്കെല്ലാം ഇപ്പോഴും ഉള്ള ഒരു ചിന്തയായിരുന്നു, കർത്താവായ യേശു ക്രിസ്തു രാജാതിരാജാവായി ഭരണം നടത്തും എന്നുള്ള വിഷയത്തെ കുറിച്ച്. पुराने नियम की भविष्यवाणी के अनुसार वे लोग इस प्रकार सोच विचार करते थे कि मसीहा इस प्रकार एक राज्य स्थापना करेगा. പഴയ നിയമത്തിലെ പ്രവചനം അനുസരിച്ച് ഇസ്രായേൽ ജനമെല്ലാം കാത്തു ശിഷ്യന്മാരും പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത് മശിഹ ഒരു രാജ്യം സ്ഥാപിക്കും എന്നുള്ളതാണ്. മശിഹ के बारे में पुराने नियम में इस प्रकार विचार विमर्श करते थे कि उनका एक राज्य जरूर आ जाएगा. അവന്റെ ഒരു രാജ്യത്വം ഭൂമിയിൽ ഉണ്ടായിരിക്കും. And his kingdom shall be established forever. അവന്റെ രാജ്യത്വം നിത്യമായിരിക്കും. നിത്യമായ ഒരു രാജ്യം അവൻ സ്ഥാപിക്കും എന്നതിനെ കുറിച്ചാണ്. സബദി മക്കൾ വന്ന് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുമ്പോഴും സബദി की बच्चे आकर यीशु मसीह से और इस प्रकार सवाल किया है, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്റെ ഈ 2 മക്കൾ ഇടത്തും വലത്തും ഇരിക്കണമെന്ന് അധികാരം നൽകണം. മത്തി ചാപ്റ്റർ 20 വേഴ്സ് 21, 20-23. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഇത് കാണാൻ കഴിയും. യേശു ശിഷ്യന്മാരോട് പ്രോമിസ് ചെയ്യുവാനിടയായി, പ്രഭു യീശു മസീഹ് ചേലോं को इस प्रकार प्रोमिस किया, वायदा किया है कि നിങ്ങൾ 12 ഗോത്രങ്ങളെയും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ന്യായം വിധിക്കും. ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 29-30. और सारे इस्राएली 12 गोत्रों को तुम 12 सिंहासन में उपस्थित होकर इस्राएलियों को न्याय करेगा. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് മുന്നമേ ശിഷ്യന്മാർ प्रभु यीशु मसीह के स्वर्गारोहण से पहले चेले आकर प्रभु यीशु मसीह से इस प्रकार जो सवाल किया, ശിഷ്യന്മാർ യേശുവിനോട് ഒലിവുമലയിരിക്കുമ്പോൾ തന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ചോദിച്ച ചോദ്യമാണ്, ഇസ്രായേൽ നീ കാലത്തോ നീ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്?
അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ. അതുപോലെ തന്നെ റോമാലേഖനം 11-ാം അധ്യായത്തിന് റോമൻസ് ചാപ്റ്റർ 11 verse 25 to 27 അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം മുതൽ വിടുവിക്കുന്ന സിയോനിൽ വരും, യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും, ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുവാൻ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം. God is going to establish a covenant with the people of Israel. ഇസ്രായേലുമായിട്ട് യഹോവയായ ദൈവം ഒരു ഉടമ്പടി, ഒരു നിയമം സ്ഥാപിക്കുന്ന ഒരു സമയമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ ഭാഗങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടായി. तो इन सारे वचनों से परमेश्वर की पवित्र आत्मा हमारे सामने ये पेश करते हैं कि प्रभु यीशु मसीह കർത്താവായ യേശു ക്രിസ്തു ഒരു രാജ്യം സ്ഥാപിക്കുവാൻ വരുന്നവനാണ്. हमें किस प्रकार पता चलेगी प्रभु यीशु मसीह की राज्य स्थापना के लिए और कलीसिया का यहाँ से प्रस्थान होने के लिए दो बात हमारे सामने पेश करते हैं परमेश्वर की पवित्र आत्मा. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ചും എന്തിനാണ് അവൻ ഈ ലോകത്തിലേക്ക് വരുന്ന എന്ന വിഷയത്തെ സംബന്ധിച്ചുമുള്ള ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിലൂടെ നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. അതിന് ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഈ യുഗത്തിന്റെ അന്ത്യം, വാട്ട് ഈസ് ദ സൈൻ ഓഫ് ദ എൻഡ് ഓഫ് ദിസ് ഇറ, വാട്ട് ഈസ് ദ സൈൻ ഓഫ് ദ എൻഡ് ഓഫ് ദിസ് ഡിസ്പെൻസേഷൻ, ഈ യുഗത്തിന്റെ അന്ത്യത്തിന്റെ ലക്ഷണം എന്താണെന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒന്നാമത്തെ വേദപുസ്തക പ്രകാരം 4 പ്രധാന പോയിന്റുകളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ദ സൈൻ ഓഫ് ദ എൻഡ് ഓഫ് ദിസ് ഇറ, ഈ യുഗത്തിന്റെ അവസാനത്തെ കുറിച്ച് 4-5 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം, റാപ്ചർ ഓർ റാപ്ചർ की कोई साइन नहीं है. प्रभु यीशु मसीह की पुनरागमन के साइन है, मगर റാപ്ചർ के लिए സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിനെ സംബന്ധിക്കുന്നുള്ള ഒരു അടിസ്ഥാനപരമായ ദൃശ്യമായ ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ 5 പ്രധാന കാര്യങ്ങളെ മനസ്സിലാക്കി നാം കാര്യങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ മനസ്സിലാക്കുന്നത്. There are 5 important factors shows us we should calculate the time. 5 പ്രധാന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുവാൻ പരിശുദ്ധാത്മ നമ്മോട് പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ദ റിവൈവൽ ഓഫ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ രാജ്യത്തിന്റെ, ഇസ്രായേൽ ജാതിയോങ്കി പനപ്പ്, ഇസ്രായേൽ രാജ്യത്തിന്റെ റിവൈവൽ, ഉണർവ്. 3 തരത്തിലാണ് ഇസ്രായേൽ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം അനുസ്മരിപ്പിക്കുന്നത്. There are 3 ways the development of the people of Israel is mentioned in the word of God. परमेश्वर की पवित्र शास्त्र में 3 तरह की उनकी प्रगति के बारे में और इस युग के अंत के लक्षण के रूप में परमेश्वर की पवित्र आत्मा हमारे सामने पेश करते. ഒന്നാമത്തെ ഉണർവ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പൊളിറ്റിക്കൽ റിവൈവൽ, ദ പൊളിറ്റിക്കൽ രാജനീതിക് ജോ പ്രഗതി, രാജനീതിക് ജാഗൃതി, ഇസ്രായേലിന്റെ രാഷ്ട്രീയമായിട്ടുള്ള പുരോഗതി. 1948 മെയ് മാസം 14-ാം തീയതി और 1948 മെയ് 14 तारीख को उनको आजादी मिलने के बाद, അവർക്ക് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇസ്രായേലിന്റെ ഓരോ കാലഘട്ടങ്ങളെ കുറിച്ചും ചരിത്രങ്ങളെ കുറിച്ചും വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി അനുസ്മരിപ്പിക്കുന്നുണ്ട്. ആ രാജ്യത്തിന് എങ്ങനെയുള്ള പുരോഗതികളാണ് വന്നത്? മെഡിറ്ററേനിയൻ സമുദ്രത്തെക്കുറിച്ചും സൂയസ് കനാലിനെ കുറിച്ചും മധ്യപൂർവേഷ്യയെക്കുറിച്ചും, മെഡിറ്ററേനിയൻ भूमध्य सागर की समुद्र के बारे में, सूयस कनाल के बारे में, मिडिल ईस्ट मध्य पूर्व एशिया के बारे में परमेश्वर की पवित्र आत्मा जिस प्रकार जो वचन में जो लिखा है उसी प्रकार घटना होते जा रहा है. തിരുവെഴുത്തിൽ എന്തൊക്കെയാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതെല്ലാം അക്ഷരീകമായി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം, 13-ാം അധ്യായം
അതിന്റെ 14-15 വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 13 verse 14 and 15, 15 verse 18 to 21. इन सारे वचनों में परमेश्वर की पवित्र आत्मा इस्राएलियों को देश के बारे में और मेडिटेरेनियन समुद्र तट की जगह परमेश्वर ने किस प्रकार उनको दे देंगे, और सुएज कनाल के बीच में मध्य पूर्व एशिया में कौन सी घटना होते जा रहा है, आदि विषय के बारे में सविस्तर से परमेश्वर की पवित्र आत्मा जो लिखा गया उसी घटना होते जा रहा है. 721 BC 721 में असूर देश में उसको बंधुआई के रूप में चला गया, और दूसरे राज्य यहूदा देश 606 BC में ബാബേൽ की बंधुआई के रूप में चला गया. 606 ബാബേലിലേക്കും 721 അസൂരിയയിലേക്കും രണ്ട് രാജ്യങ്ങളും തെക്കൻ വടക്കൻ രാജ്യങ്ങളും അടിമകളായി പോയതിനു ശേഷം അടിമത്വത്തിൽ കിടന്ന ജനത്തെ 1948 രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം दूसरे विश्व युद्ध के बाद परमेश्वर दोनों को उस देश को वापस लेके आया. प्रत्येक भविष्यवाणी पढ़ने वाला व्यक्ति जो इतिहास और परमेश्वर की पवित्र शास्त्र पढ़ने से इस प्रकार पता चलते कि दोनों विश्व युद्ध इस्राएली देश को वापस लाने के लिए परमेश्वर की योजना किया था. നാം വിശുദ്ധ വേദപുസ്തകവും ലോക ചരിത്രങ്ങളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ലോകത്തിൽ നടന്ന 2 വേൾഡ് വാറുകളും 2 ലോകമഹായുദ്ധങ്ങളും ഇസ്രായേലിനെ തന്റെ സ്വന്തം ദേശത്തേക്ക് ദൈവം കൊണ്ടുവരുവാൻ പ്രോഗ്രാം ഇട്ടതിന്റെ കാര്യപരിപാടിയിൽ ഒന്നാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായത്തിന്റെ 10 വാക്യത്തിലും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 39 അധ്യായത്തിലും ഒക്കെ പറയുന്ന പ്രവചനം അനുസരിച്ച് ദൈവം തന്റെ ജനത്തെ ദേശത്തേക്ക് മടക്കി വരുത്തിയേ മതിയാകുള്ളൂ. परमेश्वर की पवित्र आत्मा यिर्मयाह नबी 29 अध्याय 10 आयत और एसेकियेल नबी के और यशायाह नबी के पुस्तक में उत्तर को मैं बता दूंगा, दे दो, दक्षिण को दे दो, इस प्रकार मैं आज्ञा दूंगा. ഉത്തര ദിക്കിനോട് ഞാൻ പറയും, ദക്ഷിണ ദിക്കിനോട് ഞാൻ പറയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ പ്രവചന പ്രകാരം ഈ ദേശങ്ങളെല്ലാം ഇസ്രായേലിനെ മടക്കി കൊടുത്തേ മതിയാകുള്ളൂ. അങ്ങനെ ആ ദേശങ്ങളെല്ലാം ഇസ്രായേലിനെ മടക്കി കൊടുക്കാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഇസ്രായേലിന്റെ രാഷ്ട്രീയ ചരിത്രഗതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഒരു ഇസ്രായേൽ എന്നുള്ള രാഷ്ട്രം സ്വയമായി ശക്തി പ്രാപിച്ച് ബലപ്പെട്ട് ഒരു മശിഹായുടെ ഭരണത്തിനു വേണ്ടി പലസ്തീൻ രാജ്യം, ദൈവത്തിന്റെ സുന്ദരമായ ദേശം, മനോഹരമായ ദേശം എന്നൊക്കെ വേദപുസ്തകത്തിൽ അറിയപ്പെടുന്ന വാഗ്ദത്ത നാടെന്നറിയപ്പെടുന്ന ഈ മനോഹര ദേശം ദൈവം ഒരുക്കുന്ന പദ്ധതിയിലേക്ക് രാഷ്ട്രീയമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മശിഹായുടെ ഭരണം അവിടെ വരുവാൻ വേണ്ടി ആ ദേശം രാഷ്ട്രീയമായി നീർന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം കാര്യങ്ങൾ രാഷ്ട്രീയ പുരോഗതിയെ കുറിച്ച് പറയുവാനുണ്ടെങ്കിലും ഞാൻ ആ ഭാഗം അവിടെ രണ്ടാമത് അവരുടെ ധാർമ്മികമായിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണ്. അവരുടെ മതപരമായി ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് അവർ ഉയരുകയാണ്. അവരെ ധാർമ്മികമായി അധപ്പതിച്ചു പോയ മണ്ഡലങ്ങളിൽ നിന്നൊക്കെ ഒരു മടങ്ങി വന്ന് ഒരു മെശിഹാ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ എന്തൊക്കെയാണോ അവർക്ക് ധാർമ്മികമായി ആവശ്യകത ഉള്ളത്, और धार्मिक रूप से क्या क्या जरूरत उनको चाहिए, ये सारे विषयों के लिए वो तैयार होते जा रहा है. तीसरी बात जो है, इस्राएल को एक वाइन के रूप में, एक अंगूर की बारी के रूप में और ഒരു മുന്തിരിവള്ളിയെ പോലെ അവരുടെ സ്പിരിച്വാലിറ്റിയാണ് കാണിക്കുന്ന. ആത്മീകമായിട്ട് എത്രത്തോളം അവർക്ക് വളരുവാൻ കഴിയുമോ, അവരൊരു സ്പിരിച്വൽ ഗവൺമെന്റ് രൂപപ്പെടുത്തിയെടുക്കുവാൻ പ്രാർത്ഥനയ്ക്കും യാഗങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ രാജ്യം മുന്നേറുകയാണ്. ഇത് കാണിക്കുന്ന രാഷ്ട്രീയമായി പൊളിറ്റിക്കൽ, റിലിജിയസ് ആൻഡ് സ്പിരിച്വൽ awakening of the people of Israel shows that the end of the era is very near. ഈ കാര്യങ്ങൾ വ്യക്തമാക്കും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ യുഗത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നാം എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ये युग की अंतिम समयों पर हम आप पहुंचा है. രണ്ടാമതായിട്ട് കാണാൻ കഴിയുന്നത് റഷ്യൻ ഭരണകൂടത്തെ കുറിച്ചാണ്. റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായിരിക്കുന്ന ഗോഗേ എന്ന് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 38-39 അധ്യായങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന പ്രവചനാടിസ്ഥാനത്തിൽ
और एसेकियल नबी के पुस्तक 38-39 अध्याय में जब बताया हुआ, और रोश मेशक तूबल എന്നിവയെ इस प्रकार की प्रभु जो इस प्रकार जो बताते वो राज्य के बारे में, वो राज्य പുനഃജീവിत हो जाएगा. റഷ്യയുടെ നേതൃത്വത്തിൽ ലോകത്തിന്റെ മേൽ ഒരു ആധിപത്യം ഉണ്ടാകുവാൻ ചാൻസുകളുണ്ട്. അങ്ങനെ ഒരു രാജ്യത്തെ കുറിച്ചുള്ള വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന ഒരു മൂന്നാം ലോകമഹായുദ്ധം അല്ലെങ്കിൽ ലോകശക്തികൾ രണ്ട് ചേരിയിലായ ഒരു വലിയ സംഘട്ടനത്തിലേക്ക് सारे दुनिया की विश्व की सारे देश और दो ग्रुप बनकर एक बहुत बड़ी संगठन के लिए तैयार होते जा रहा है. ഏത് സമയത്തും അങ്ങനെ യുദ്ധത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഈ ലോകരാജ്യങ്ങളുടെ തയ്യാറെടുപ്പ് കാണുമ്പോൾ दुनिया की इस राज्य को इस प्रकार एक दूसरे को और एक संघर्ष पूरित अवस्था में होते जा रहा है, उससे पता चलना चाहिए. और प्रत्युष रूस की नेतृत्व में इस प्रकार होने के समय समझना चाहिए. റഷ്യയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, ഈ ലോകത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുവാൻ അല്ലെങ്കിൽ ഈ യുഗത്തിന്റെ അന്ത്യം അവസാനിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഈ യുഗത്തിന്റെ അന്ത്യത്തിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുന്ന സൂചനകളാണ് കാണുന്നത്. മൂന്നാമതായിട്ട് കാണാൻ കഴിയുന്ന ദ റൈസ് ഓഫ് ഓറിയന്റൽ കൺട്രീസ്. സാധാരണ ഓറിയന്റൽ കൺട്രീസ് എന്ന് അറിയപ്പെടുന്നത് ഏഷ്യൻ രാജ്യങ്ങളെ കുറിച്ചാണ്. ചൈന, ജപ്പാൻ, ഇന്ത്യ മുതലായ രാജ്യങ്ങളുടെ ഉന്നമനം, ദ റൈസ് എക്കണോമിക്കലി, പൊളിറ്റിക്കലി ആൻഡ് ബൈ സോൾജിയേഴ്സ് ഗവൺമെന്റ്. രാഷ്ട്രീയമായിട്ടും പണപരമായി സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ മറ്റു പല ഘടകങ്ങളിലാലും ഏഷ്യൻ രാജ്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളാണ് ചൈന, ജപ്പാൻ, ഇന്ത്യ. ഈ 3 രാജ്യങ്ങളുടെയും ഉണർവ് വിശുദ്ധ വേദപുസ്തകം വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ വായിക്കുന്ന കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ, ഓറിയന്റൽ കൺട്രീസ്, ഹർമഗദോൻ യുദ്ധത്തിനു വേണ്ടി ഹർമഗീദോ लड़ाई के लिए उत्तर दक्षिण भाग से इसराइल से होने वाले इसराइल के सामने आने वाले राज्य के बारे में जो बताते ये है ओरियंटल कंट्रीज. ഈ ഓറിയന്റൽ രാജ്യങ്ങളായിരിക്കുന്ന ഇന്ത്യ, ജപ്പാൻ, ചൈന, റെഡ് ചൈന, ഇത് ഉയർത്തെഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ഇത് ഇപ്പോൾ ഏറ്റവും നാം അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ആ രാജ്യങ്ങൾ ഓറിയന്റൽ കൺട്രീസ് വളരെ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണിക്കുന്നത് the end, the sign of the end of this era. ഈ യുഗത്തിന്റെ അന്ത്യം അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മത്തായി 24-ാം അധ്യായത്തിൽ പറഞ്ഞ നിന്റെ വരവിനും ഈ യുഗത്തിനും the end of this era എന്ന് പറഞ്ഞ് ഈ യുഗം അവസാനിക്കുവാൻ കാലം അധികമില്ലാതെ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത 4-ാമത്തെ കാര്യം, ടുവേർഡ്സ് എ വേൾഡ് ഗവൺമെന്റ്. Daniel chapter 7 verse 23, Revelation chapter 1 verse Revelation chapter 13 verse 7, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 23-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം പറയപ്പെടുന്ന ഒരു ഏകലോക ഗവൺമെന്റ്. നാം ഇന്ന് കാണപ്പെടുന്ന ഈ ഭരണകൂടങ്ങളെല്ലാം ഭരിക്കുവാൻ കഴിയാതെ अभी हम जो देखते आ रहा है ये सारी राज्य उनको शासन करने में मुश्किल होने के समय में एक वर्ल्ड गवर्नमेंट के लिए प्रत्युरूप से यूरोपियन इकोनॉमिक EEC യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ യൂറോപ്യൻ കോമൺ മാർക്കറ്റ് എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനം ലോകത്തിൽ വർഷങ്ങളായി വന്നു. സ്വിഫ്റ്റ് എന്ന് പറയപ്പെടുന്ന അതിനകത്തെ ഏറ്റവും വലിയ ടെക്നോളജിക്കൽ ഉന്നമനമാണ്. ഇന്ന് ലോകത്തിൽ കാണപ്പെടുന്ന എല്ലാ നിയമങ്ങളും ഒരു സംഖ്യയുടെ കീഴിൽ കൊണ്ടുവരുമെന്ന് 2000-ൽ പരം വർഷങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞ അനുസരിച്ച് ഏകലോക ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ പൗരന്മാരെയും अगर इस प्रकार की एक सरकार आ जाएगा तो सारे मानव जाति को, सारे नागरिक को एक नंबर के अधीन में ले आ सकता है. ഒരു നമ്പറിന്റെ കീഴിൽ കൊണ്ടുവരുവാൻ കഴിയുമെന്ന ലോകം ഇന്ന് അംഗീകരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണത് കൊണ്ടുവരുന്നത്? और शरीर में केवल 2 ही भाग शास्त्र इस प्रकार जो बताते हैं. ശാസ്ത്രം ഇന്ന് അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അത് ശരീരത്തിന് 2 ഭാഗങ്ങളിലാണ് വെക്കുവാൻ കൊള്ളുന്നത്. ഒന്ന് നെറ്റിമേലോ കൈമേലോ,
വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 666 എന്നൊരു സംഖ്യ, അതിന്റെ ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ പറയാം. 666 ये संख्या मनुष्य लिया नहीं है तो अपने शरीर में ना लिया तो लेन देना मुश्किल होगा. മനുഷ്യന് വാങ്ങുവാനോ കൊടുക്കുവാനോ കഴിയാത്ത വിധത്തിൽ, ക്രയവിക്രയങ്ങൾ നടത്തുവാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ വി റീച്ച് ദ എൻഡ് ഓഫ് ദിസ് ഇറ. നാം ഈ യുഗത്തിന്റെ അന്ത്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ദ വേൾഡ് ഈസ് ഗോയിങ് ടുവേർഡ്സ് എ വേൾഡ് ഗവൺമെന്റ്. ലോകം ഒരു ലോക ഗവൺമെന്റിനായി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. എ റൈസ് ഓഫ് ദ വേൾഡ് ഗവൺമെന്റ്. ഇനി അടുത്തതായിട്ട് ഒരു വേൾഡ് വൈഡ് ചർച്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. WW ചർച്ച്. അടുത്തതായിട്ട് 4ാമത്തെ പോയിന്റ് എന്ന് പറയപ്പെടുന്ന വേൾഡ് വൈഡ് ചർച്ച്. ഒരു ലോകമെന്നും അംഗീകരിക്കുന്ന എല്ലാ മതങ്ങളെയും ഒരുപോലെ അംഗീകരിക്കുന്ന, ഹരേക്ക് ധർമ്മക്കോ ഏക് ഹി സമാൻ അംഗീകാർ കർനെ വാല ऐसी एक धर्म दुनिया में आने वाला है. അങ്ങനെ ഒരു മതം ഈ ലോകത്തിൽ വരാൻ പോവുകയാണ്. അതാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന മർമ്മം മഹദിയാം ബാബിലോൺ. उस धर्म के बारे में बाइबल में जो दिया गया प्रकाशित वाक्य 17-ാം अध्याय, जो महदिया ग्रेट बाबिलोन द मिस्ट्री. എല്ലാവരുടെയും ബൈബിളിനകത്ത് ഹരേക്ക് വ്യക്തിയും ഈ ബൈബിൾ में ओ विषय മർമ്മം മഹദിയാം ബാബിലോൺ, ഗ്രേറ്റ് ബാബിലോൺ ദ മിസ്റ്ററി, ഇറ്റ് ഈസ് ഇൻ എ ക്യാപിറ്റൽ, ഇറ്റ് ഈസ് മെൻഷൻ. അതെല്ലാം പുസ്തകത്തിനകത്തും വലിയ അക്ഷരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് വലിയ ശക്തിയുള്ള ഒരു ഭരണകൂടമാണ്, അല്ലെങ്കിൽ ഒരു ഏകലോക മതമാണ് ലോകത്തിൽ വരാൻ പോകുന്നത്. അത് ലോകത്തെ മുഴുവൻ അനേകം വിശുദ്ധന്മാരെ കൊന്നൊടുക്കി രക്തം കുടിച്ച ഒരു ദേശമായിരിക്കുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുവാനിടയായിത്തീർന്നു. इस प्रकार की एक दुनिया अंगीकार करने वाला एक धर्म स्थापना होने जा रहा है. അപ്പോൾ അങ്ങനെ ഒരു മതം ഇന്ന് ലോകത്തിൽ, അത് अंधिक्राइस्टुമായി एंटी के साथ इस प्रकार समझौता बनाकर अपने राष्ट्र स्थापना करेंगे करके पवित्र शास्त्र बताते हैं. So we reach the end of this era. നാം ഈ യുഗത്തിന്റെ അന്ത്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുമ്പോൾ कलीसिया को परमेश्वर की पवित्र आत्मा इस प्रकार अगुवाई देता है. संयम के साथ, सावधानी के साथ, अलगप्पन के साथ अपनी जिंदगी बिताने को पवित्र आत्मा में अगुवाई देता है. ദാമന്ത്യകാലത്തിന്റെ അവസാന കാലഘട്ടത്തിൽ എത്തപ്പെട്ടിരിക്കുമ്പോൾ നോഹ പെട്ടകത്തിന്റെ പടിപ്പുരയിൽ നിന്ന് പ്രസംഗിച്ചതുപോലെ ഈ അവസാന നിമിഷങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന യുഗത്തിന്റെ അവസാനത്തിന്റെ നിമിഷങ്ങൾ എത്തപ്പെട്ടിരിക്കുകയാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ നഷ്ടപ്പെടാതെ നാം കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ ജീവിക്കപ്പെടുവാൻ നമ്മെ പരിശുദ്ധാത്മാ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഒരു രാജ്യം സ്ഥാപിക്കപ്പെടുവാൻ, ജിസ് പ്രകാർ പ്രഭു यीशु मसीह के बारे में पवित्र शास्त्र गवाही देता, उस प्रकार एक राज्य स्थापना होने जा रहा है. हमारे जिंदगी उसके लिए तैयार होकर आगे जाएंगे. प्रभु इस वचन के द्वारा आपको आशीष देंगे. प्रभु जी वचन सुना हो और एक व्यक्तियों को आशीष दे, आपके वचन के अनुसार आगे चलने के लिए मदद करिए. यीशु के नाम से हमारी प्रार्थना सुनता जी, आमीन.